മാതാവേ അഭയം തന്നിടണേ അമ്മേ കരുണ തോന്നിടണേ അഭയം തന്നിടണേ അമ്മേ കരുണ തോന്നിടണേ സഞ്ചാരി മാതാവേ കൃപാസന മാതാവേ. എൻ്റെ പേര് വിജി. ഞാൻ മാന്നാർ കുട്ടമ്പേരു എന്ന സ്ഥലത്ത് നിന്ന് വരുന്നു. ആദ്യമായിട്ട് ഒരു യോഗ്യതയില്ലാത്ത എന്നെ ഈ അൾത്താരയിൽ കയറ്റി നിർത്തിയ എൻ്റെ പരിശുദ്ധ അമ്മയ്ക്കും തിരുവുമാരനും 1000 നന്ദി. ഹല്ലേലൂയ സ്തോത്രം. ഞാൻ ആദ്യമായിട്ട് എൻ്റെ കൂട്ടുകാരിയുടെ കൂടെയാണ് ഇവിടെ മാതാവിനെ കാണാൻ വന്നത്. എന്നാൽ അവരെല്ലാം ഉടമ്പടി എടുത്തിട്ടും ഞാൻ ഉടമ്പടി എടുത്തില്ല. കാരണം ചെറുപ്പം തൊട്ടേ ഞാൻ യേശുവിനെയായിരുന്നു വിശ്വസിച്ചിരുന്നത്. ഹിന്ദുവാണ് ഞാൻ. അന്ന് തൊട്ട് ഞാൻ ബൈബിള് വായിക്കും. അതുകൊണ്ട് മാതാവിനോട് എനിക്ക് അത്ര വലിയ അറ്റാച്ച്മെൻ്റ് ഒന്നും ഇല്ലായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ഇവിടെ വന്ന ശേഷം ഓഗസ്റ്റിൽ എൻ്റെ ജോലി പോയി. ഞാനൊരു ബോയ്ക്കറിലാണ് ജോലി ചെയ്യുന്നത്. അത് കഴിഞ്ഞ് ഡിസംബറിൽ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് എനിക്കൊരു ചെറിയൊരു കടയിൽ ഒരു ജോലി കിട്ടിയിരുന്നു. അപ്പം ഞാൻ ജോലി നിയോഗം വെച്ചിട്ടില്ലായിരുന്നു. അവിടെ ജോലിക്ക് കയറി ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ട് ആ ജോലി ഞാൻ വിട്ടു. പിന്നെ 3 മാസം ഞാൻ ജോലി ഇല്ലാതിരുന്നു. പിന്നെ നേരത്തെ ജോലി നിന്നെടുത്ത് തന്നെ ഞാൻ പിന്നെ തിരിച്ച് കയറി. എൻ്റെ മാതാവ് എനിക്ക് ആ ജോലി തിരിച്ചു തന്നു. പിന്നെ എൻ്റെ മകള് 10ാം ക്ലാസ്സിൽ പരീക്ഷ സമയത്ത് പഠിത്തത്തിൽ ഉഴപ്പോയി. പിന്നെ മലയാളം അവർക്ക് വളരെ ബുദ്ധിമുട്ടായിരുന്നു. മലയാളത്തിന് ഒരു ക്ലാസ്സിലും അവൾ ജയിച്ചിട്ടില്ലായിരുന്നു. ഞാനിവിടെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന മകളെ കൊണ്ട് ചെല്ലിക്കുകയും അത് എഴുതിപ്പിക്കുകയും ചെയ്തിട്ട് മലയാളത്തിന് അവൾക്ക് സെക്കൻഡിന് A+ കിട്ടുകയും ഫസ്റ്റിന് അവൾ ജയിക്കുകയും ചെയ്തു. അത് മാതാവിൻ്റെ കൃപയാണ്. അതുപോലെ ഒരു പയ്യൻ്റെ ഒരു ശല്യം ഉണ്ടായിരുന്നു കുഞ്ഞിന്. അതിൽ നിന്നും മാതാവ് അവളെ രക്ഷിച്ച് നല്ല കുട്ടിയാക്കി എനിക്ക് തിരിച്ചു തന്നു. 10ാം ക്ലാസ്സിലെ പരീക്ഷയ്ക്ക് അവൾക്ക് ട്യൂഷൻ പോലും ഇല്ലായിരുന്നു. എന്നിട്ടും മാതാവ് അവളെ ജയിപ്പിച്ചു. പിന്നെ +1 അഡ്മിഷൻ കിട്ടാൻ പ്രയാസമായിരുന്നു. കമ്പ്യൂട്ടർ സയൻസിൽ അഡ്മിഷൻ കിട്ടുകയും പൈസ ഒന്നും കൊടുക്കാതെ അവൾക്ക് അഡ്മിഷൻ കിട്ടി. അതൊരു സാക്ഷ്യമാണ്. പിന്നെ എൻ്റെ മൂക്കിൽ വലിയൊരു തടുപ്പുണ്ടായിരുന്നു. ആ തടുപ്പ് ഞാൻ മരുന്നൊന്നും കഴിക്കാതെ തന്നെ ഇവിടുത്തെ ഉടമ്പടി തൈലം തേച്ച് അത് മാറി. പിന്നെ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ഛർദിലുള്ള ഒരു അസുഖം ഉണ്ടായിരുന്നു. ദൂരെ യാത്ര ചെയ്യുമ്പോൾ ഗുളിക കഴിക്കണമായിരുന്നു. ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം ടാബ്ലറ്റ് കഴിക്കാതെ എത്ര ദൂരം യാത്ര വേണേലും ചെയ്യാൻ പറ്റും. മാതാവ് അത് ഞാൻ നിയോഗത്തിൽ വെച്ചിട്ടില്ലായിരുന്നു. അത് മാതാവ് മാറ്റിത്തന്നു. കഴിഞ്ഞ ജപമാലയ്ക്ക് പോകുമ്പോൾ അലർജി ചുമ ഉണ്ടായിരുന്നു. ജപമാലയ്ക്ക് ശേഷം ആ ചുമ ഇതുവരെ എനിക്ക് വന്നിട്ടില്ല. ഹല്ലേലൂയ സ്തോത്രം. പിന്നെ വീടിൻ്റെ അടുത്തുള്ള ഒരു പയ്യൻ ഡിസംബറിൽ സ്റ്റാർ ഇടാൻ മേളിൽ കയറിയപ്പോൾ ഷോക്ക് അടിച്ച് താഴെ വീണു. അപ്പോൾ കാലിൻ്റെ മുട്ടയിലെ ചിരട്ട പൊട്ടിയിരുന്നു. അപ്പോൾ ഞാൻ 3 മാസമാണ് പ്ലാസ്റ്റർ ഊരാൻ തന്നെ ഡോക്ടർ പറഞ്ഞ സമയം. ബുധനാഴ്ച ഞാൻ ഉപവാസം എടുക്കുന്ന ദിവസം ആ പയ്യൻ്റെ വീട്ടിൽ പോയി അതിൻ്റെ കാലിൽ ഉടമ്പടി തൈലം തേച്ച് കൊടുക്കുകയും അവർക്ക് പത്രം കൊടുത്ത് അവരെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കുകയും ചെയ്യും. ആ പയ്യൻ ദിവസവും മാതാവിൻ്റെ ഉടമ്പടി പത്രം വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. 1 മാസം കൊണ്ട് പ്ലാസ്റ്റർ ഊരുകയും ഓരോ മാസം കഴിഞ്ഞ് ഇപ്പോൾ ആ പയ്യൻ നല്ലപോലെ നടക്കാൻ പറ്റും. ഒരിക്കലും നടക്കാൻ പറ്റത്തില്ല എന്ന് പറയുന്ന ഒരു കക്ഷിയാണ് മാതാവ് നടത്തിയത്. ഹല്ലേലൂയ സ്തോത്രം. പിന്നെ എൻ്റെ അപ്പച്ചിയുടെ ഭർത്താവിന് വളരെ ക്രിറ്റിക്കലായിരുന്നു. ബലവും ആസ്മയും ഒക്കെ ഉണ്ട്. എപ്പം വേണേലും എന്ത് സംഭവിക്കാവുന്ന ഒരു കണ്ടീഷനിലായിരുന്നു ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നത്. 16 ദിവസത്തോളം ഉടമ്പടി തൈലം തേച്ച് അപ്പൻ അവർ ഹിന്ദുവാണ്. അവർക്കൊന്നും ഈശോയെ അറിയത്തില്ല. അവർ വിളിച്ച് പ്രാർത്ഥിച്ചിട്ടില്ല. അപ്പനാണെങ്കിലും മാതാവിൻ്റെ പത്രവും കൊന്തമാലയും വെച്ച് പ്രാർത്ഥിച്ചിട്ട് ഇപ്പോൾ ഒരു കുഴപ്പമില്ല. വലുവില്ല, ആസ്മയില്ല, ഒന്നുമില്ല. നല്ല പൂർണ്ണ സൗഖ്യം മാതാവ് കൊടുത്തു. പിന്നെ കാരുണ്യ പ്രവർത്തികളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉടമ്പടി പത്രം ഒരു ദിവസം മാത്രമേ വീട്ടിൽ വെക്കുള്ളൂ. അതിൻ്റെ പിറ്റേ ദിവസം തന്നെ ഞാൻ എല്ലാവർക്കും പത്രം കൊടുത്ത് തീർക്കും. പിന്നെ എല്ലാ മാസവും രോഗികളെ കാണാൻ ഹോസ്പിറ്റലിൽ പോകും. ഇവിടെ എല്ലാ മാസവും വരുമ്പോൾ ഇവിടെ ഇരിക്കുന്ന വെളിയിൽ ഭിക്ഷയ്ക്ക് ഇരിക്കുന്നവർക്കെല്ലാം വീട്ടിൽ നിന്ന് ഫുഡ് ഉണ്ടാക്കി കൊണ്ടുവരും. ഓണത്തിന് വന്നപ്പോൾ അവർക്ക് വസ്ത്രം വാങ്ങിച്ചു കൊടുത്തു. പിന്നെ വീടിൻ്റെ അടുത്ത് 3-4 പേര് ഉടമ്പടി എടുത്തിട്ടുണ്ട്. അവരും ഞങ്ങളെല്ലാവരും കൂടെ അനാഥാലയത്തിൽ പോയി സന്ദർശിക്കാറുണ്ട്, വൃദ്ധസദനത്തിൽ പോകാറുണ്ട്. പിന്നെ ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ എന്നും മാതാവിന് ഈശോയോടും പ്രാർത്ഥിക്കും. ഉപ്പിട്ട് പ്രാർത്ഥിക്കും. ഓർഡർ ബുക്കിലാണെങ്കിലും കാശുരൂപവും തൈലവും വെച്ച് പ്രാർത്ഥിക്കുക. ആ പേജുകളിലെല്ലാം മാതാവ് ഓർഡർ കൊടുത്ത് അനുഗ്രഹിക്കും. അതൊക്കെ പരിശുദ്ധ അമ്മയുടെ കൃപയാണെന്ന് വിശ്വസിക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം.